ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ജമൈക്കയിലും മറ്റ് കരീബിയൻ ദ്വീപുകളിലും ആഞ്ഞടിച്ച് മെലീസ ചുഴലിക്കാറ്റ്. 2025 ലോകത്തിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായ മെലീസ ഇന്ന് രാത്രിയോടെ തീരം തൊടുമെന്നാണ് കരുതുന്നത്. ചുഴലിക്കാറ്റിനെ തുടർന്ന് ജമൈക്കയിൽ 3 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഹെയ്ത്തിയിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലുമായി 4 പേരും മരിച്ചു. കാറ്റഗറി 5-ൽ ഉൾപ്പെടുന്ന ചുഴലിക്കാറ്റായ മെലീസ മണിക്കൂറിൽ 282 കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞു വീശുമെന്നാണ് US കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ദ്വീപിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായി ഇത് മാറിയേക്കാം. ഈ ഭീകരമായ സാഹചര്യം നേരിടാനൊരുങ്ങുന്ന ജമൈക്കയിൽ ചുഴലിക്കാറ്റ് കരതൊടുന്നതിന് മുൻപ് തന്നെ 3 പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഹെയ്ത്തിയിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലുമായി 4 പേർ മരിച്ചതിന് പുറമെയാണിത്. ചുഴലിക്കാറ്റിന്റെ മന്ദഗതി കാരണം ചില പ്രദേശങ്ങളിൽ ദിവസങ്ങളോളം കനത്ത മഴ തുടരാനും ഇത് മാരകമായ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. 100 സെന്റിമീറ്റർ വരെ മഴ 4 ദിവസത്തിനുള്ളിൽ ലഭിച്ചേക്കാം. 881 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ദ്വീപിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഹമാസ് ബന്ദിയാക്കിയിരുന്ന ഒരാളുടെ മൃതദേഹം കൂടി ഇസ്രായേലിന് കൈമാറി. റെഡ് ക്രോസ് വഴിയാണ് മൃതദേഹം ഇസ്രായേൽ സൈന്യത്തിന് കൈമാറിയതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ഇനിയും 12 ബന്ദികളുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ലഭിക്കാനുള്ളത്. ഗാസയിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹം കൈമാറുമെന്ന് ഹമാസിന്റെ സായുധ വിഭാഗം നേരത്തെ അറിയിച്ചിരുന്നു. ഹമാസ് മനഃപൂർവ്വം വിവരങ്ങൾ മറച്ചുവെക്കുകയാണ് എന്ന് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. മൃതദേഹങ്ങൾ എവിടെയാണെന്ന് അവർക്ക് അറിയാമെന്ന് സർക്കാർ വക്താവ് ആരോപിച്ചു. അതേസമയം മൃതദേഹങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നതിനായി റെഡ് ക്രോസിനൊപ്പം പ്രവർത്തിക്കുന്ന ഈജിപ്ഷ്യൻ സാങ്കേതിക സംഘത്തെ ഗാസയിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേൽ അനുവദിച്ചു. ഗാസയിൽ തുർക്കി സായുധ സേനയെ അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചു. സ്വന്തം സൈന്യത്തെ അയക്കില്ലെന്ന് US വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും ഈ സേനയിലേക്ക് ഇന്തോനേഷ്യ, UAE, ഈജിപ്ത്, ഖത്തർ, തുർക്കി, അസർബൈജാൻ എന്നീ രാജ്യങ്ങളെ സമീപിച്ചിട്ടുണ്ട്. തുർക്കിയുടെ ഏത് പങ്കാളിത്തത്തെയും ഇസ്രായേൽ എതിർക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. ഏതൊക്കെ വിദേശ സേനകളെ ഗാസയിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വെനസ്വേലയുടെ തീരത്ത് കരീബിയൻ കടലിന് മുകളിലൂടെ അമേരിക്കയുടെ B-1B ബോംബർ വിമാനങ്ങൾ പറന്നതായി റിപ്പോർട്ട്. സമീപ ആഴ്ചകളിൽ US സൈനിക വിമാനങ്ങൾ നടത്തിയ 3ാമത്തെ ശക്തി പ്രകടനമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. മേഖലയിലെ ലഹരിമരുന്ന് കടത്തുകാർക്കെതിരെ US സൈനിക നടപടി നടത്തുന്നതിനിടെയാണ് ദീർഘദൂര സൂപ്പർസോണിക് ബോംബർ വിമാനങ്ങൾ പറന്നതെന്ന് ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ വ്യക്തമാക്കുന്നു. USന്റെ വടക്കൻ സംസ്ഥാനമായ നോർത്ത് ഡക്കോട്ടയിലെ ഒരു താവളത്തിൽ നിന്ന് പറന്നുയർന്ന 2 ബോംബർ വിമാനങ്ങൾ വെനസ്വേലൻ തീരത്തിന് സമാന്തരമായി പറന്നതായും പിന്നീട് അപ്രത്യക്ഷമായതായും ആണ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ 24 വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വെനസ്വേലയ്ക്ക് സമീപം ഒരു B-1B വിമാനവും 1ലധികം B-52 ബോംബർ വിമാനങ്ങളും പറന്നിരുന്നു. പോർട്ടോറിക്കോയിലേക്ക് 10 F-31 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ അമേരിക്ക നേരത്തെ വിന്യസിച്ചിരുന്നു. ലഹരി കടത്ത് തടയുന്നതിന്റെ ഭാഗമായി 7 US നാവിക കപ്പലുകളും കരീബിയൻ കടലിൽ തമ്പടിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ ആദ്യം മുതൽ ഇതുവരെ US-ലേക്ക് ലഹരിമരുന്ന് കടത്തുന്നതായി ആരോപിക്കപ്പെടുന്ന 10 കപ്പലുകളെങ്കിലും അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 43ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. സുഡാനിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുന്നു. സുഡാനിലെ വടക്കൻ നഗരമായ എൽ ഫാഷർ പിടിച്ചെടുത്തതായി അവകാശപ്പെട്ട് വിമത സംഘമായ അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. നഗരം RSFന്റെ കയ്യിലായതോടെ എൽ ഫാഷറിലെ സുഡാനീസ് സായുധ സേനയുടെ ആസ്ഥാനത്തിൽ നിന്ന് സൈനികരെ പിൻവലിക്കുന്നതായി സൈനിക മേധാവി അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ അറിയിച്ചു. ഇതേ തുടർന്ന് കടുത്ത ഭീതിയിലാണ് പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാർ. സുഡാനീസ് സൈന്യത്തിനും സഖ്യകക്ഷികൾക്കുമെതിരായ ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന RSFന്റെ കയ്യിലാണിപ്പോൾ നഗരം. രാജ്യത്തിന്റെ വിശാലമായ പടിഞ്ഞാറൻ മേഖലയായ ദാൽഫുറിലെ സുഡാനീസ് സൈന്യത്തിന്റെ അവസാന ശക്തി കേന്ദ്രത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ RSF കഴിഞ്ഞ 18 മാസമായി തലസ്ഥാനമായ എൽ ഫാഷറിൽ ഉപരോധം ഏർപ്പെടുത്തി വരികയായിരുന്നു. പ്രദേശം RSFന്റെ കയ്യിലായതോടെ എൽ ഫാഷറിലെ സുഡാനീസ് സായുധ സേനയുടെ ആസ്ഥാനത്തിൽ നിന്ന് സൈനികരെ പിൻവലിക്കുന്നതായി സൈനിക മേധാവി അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ അറിയിച്ചു. പൗരന്മാരെയും നഗരത്തിന്റെ ബാക്കി ഭാഗത്തെയും രക്ഷിക്കാൻ സൈന്യം തുടർന്നും പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എൽ ഫാഷർ RSFന് കീഴിലാകുന്നത് സുഡാന്റെ മറ്റൊരു പിളർപ്പിന് കാരണമായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുമായുള്ള പ്ലൂട്ടോണിയം നിർമ്മാർജ്ജന കരാർ റദ്ദാക്കുന്ന നിയമത്തിൽ ഒപ്പുവെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. ഇരുപക്ഷവും കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച കരാറാണ് ഇതോടെ അവസാനിച്ചിരിക്കുന്നത്. ഉക്രൈനിൽ സമാധാന ഉടമ്പടി അംഗീകരിക്കാൻ വിസമ്മതിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ആണവ എഞ്ചിനുള്ള ബ്യൂറോവെസ്നിക് ക്രൂയിസ് മിസൈൽ റഷ്യൻ സൈന്യം വിജയകരമായി പരീക്ഷിച്ചതിന് പിന്നാലെയാണ് റഷ്യയുടെ ഈ നടപടി. 2000 ഒപ്പുവെക്കുകയും 2010 ഭേദഗതി വരുത്തുകയും ചെയ്ത പ്ലൂട്ടോണിയം
മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസിഷൻ എഗ്രിമെന്റ് ശീതയുദ്ധകാലത്തെ തങ്ങളുടെ വലിയ പ്ലൂട്ടോണിയം ശേഖരത്തിൽ നിന്നും 34 മെട്രിക് ടൺ വീതം കുറയ്ക്കാനും അത് ആണവോർജ്ജത്തിനായി ഉപയോഗിക്കാനും റഷ്യയെയും അമേരിക്കയെയും പ്രതിജ്ഞാബദ്ധം ആക്കിയിരുന്നു. ഏകദേശം 17,000 ആണവായുധങ്ങൾക്ക് തുല്യമായവ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച പ്ലൂട്ടോണിയം ഈ കരാറിലൂടെ ഇല്ലാതാകുമെന്നായിരുന്നു ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത്. ട്രംപിന്റെ മുൻഗാമിയായ ബറാക് ഒബാമയുമായുള്ള ബന്ധം വഷളായ 2016 തന്നെ പുതിൻ കരാറിലെ റഷ്യയുടെ പങ്കാളിത്തം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഒക്ടോബർ ആദ്യം തന്നെ റഷ്യ കരാർ റദ്ദാക്കാനുള്ള നിയമം അംഗീകരിച്ചിരുന്നു. ഈ നിയമത്തിൽ പുടിൻ ഒപ്പുവെച്ചതോടെ കരാർ ഔദ്യോഗികമായി റദ്ദായിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സനെ തകാച്ചിയും കൂടിക്കാഴ്ച നടത്തി. നിർണായക ധാതു കരാറിലും വ്യാപാര കരാറുകളിലും ഇരു നേതാക്കളും ഒപ്പുവെച്ചു. US ജപ്പാൻ സഖ്യത്തിന്റെ സുവർണ കാലഘട്ടമെന്നാണ് ഇരു നേതാക്കളും പുതിയ കരാറിനെ വിശേഷിപ്പിച്ചത്. സാമ്പത്തിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു സഖ്യകക്ഷികൾ തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കുന്ന വ്യാപാര കരാറിലും നിർണായക ധാതുക്കളുടെ കരാറിലുമാണ് ഇരു നേതാക്കളും ഒപ്പുവെച്ചത്. അമേരിക്കയിലെയും ജപ്പാനിലെയും ആഭ്യന്തര വ്യവസായങ്ങൾക്ക് നിർണായകമായ അസംസ്കൃതവും സംസ്കരിച്ചതുമായ നിർണായക ധാതുക്കളുടെയും ഭൂമിയുടെയും വിതരണത്തെ പിന്തുണയ്ക്കാൻ ട്രംപും തകാച്ചിയും സമ്മതിച്ചതായി സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഇലക്ട്രോണിക്സ്, സൈനിക ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന US ധാതുക്കൾ വൈവിധ്യവൽക്കരിക്കുന്നതിനായി ട്രംപ് ഭരണകൂടം പ്രവർത്തിച്ചു വരികയാണ്. ആഗോളതലത്തിൽ അപൂർവ ഭൗമ ഖനികളുടെ വിതരണത്തിൽ ചൈനയാണ് മുന്നിൽ. ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും റിപ്പോർട്ടുകളുണ്ട്. ചൈനയുടെ ഈ മേഖലയിലുള്ള നിയന്ത്രണം തകർക്കാൻ മലേഷ്യ, തായ്ലൻഡ്, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളുമായി ധാതു കരാറിൽ അമേരിക്ക ഒപ്പുവെച്ചിട്ടുണ്ട്. ജപ്പാനിലെ നിർണായക ധാതുക്കളിൽ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണ്. അവ ഖനനം ചെയ്യാൻ പ്രയാസമാണെന്ന പ്രതിസന്ധിയും നിലനിൽക്കുന്നുണ്ട്. ആഗോളതലത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിലുമുള്ള ട്രംപിന്റെ ഇടപെടലിനെ തകാച്ചി പ്രശംസിച്ചു. തായ്ലൻഡും കംബോഡിയയും തമ്മിൽ വെടിനിർത്തൽ കരാർ ഉറപ്പാക്കുന്നതിൽ മിസ്റ്റർ പ്രസിഡന്റ് വിജയിച്ചു എന്ന് അവർ വ്യക്തമാക്കി. കൂടാതെ മിഡിൽ ഈസ്റ്റിൽ അടുത്തയിടെ നടപ്പാക്കിയ കരാർ ചരിത്രപരമായ നേട്ടമായിരുന്നുവെന്നും തകാച്ചി വ്യക്തമാക്കി. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സനെ തകാച്ചിയെ ട്രംപ് അഭിനന്ദിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു.